വണ്ടിപ്പെരിയാർ പോക്സോ കേസ് വിധിയിൽ പ്രതിഷേധവുമായി നാട്ടുകാരും ബന്ധുക്കളും തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വായ് മൂടിക്കെട്ടി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധിച്ചു. വിധി റദ്ദാക്കണമെന്നും കുറ്റക്കാരായവർക്ക് ശിക്ഷ നൽകണമെന്നുമാണ് ആവശ്യം. വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിലെ 6 വയസ്സുകാരിയെ പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ 2 വർഷത്തിന് ശേഷം വന്ന വിധിയിൽ പ്രതിഷേധിച്ചാണ് തൊഴിലാളികൾ സമരരംഗത്ത് ഇറങ്ങിയത്. അർജുനെ കോടതി കുറ്റവിമുക്തനാക്കിയതോടെ മറ്റാരാണ് പ്രതിയെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. ഈ കേരളം ആകെ മുഴുവൻ ജനങ്ങളും ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് കാണുന്നത്. അവരുടെ എല്ലാ വീടുകളിലും അവരുടെ മനസ്സിൻ്റെ അകത്തുണ്ട്. കാരണം അവൻ ഇന്നലെ അവൻ്റെ വാർത്തയ്ക്കകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും 100% ഇവൻ തന്നെയാണ് കുറ്റക്കാരൻ എന്നുള്ള കാര്യം. ഇതിനകത്ത് അന്നത്തെ ദിവസങ്ങളിൽ 4 ദിവസം കഴിഞ്ഞാണ് പ്രതി നമുക്ക് അറസ്റ്റിൽ ആയി കിട്ടുന്നത്. 4 ദിവസത്തിനുള്ളിൽ അവൻ ഒരുപാട് തെളിവുകൾ അവിടെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് അവൻ പ്രതിയെ അറസ്റ്റ് ചെയ്ത് അവൻ പറഞ്ഞതിന് ശേഷമാണ് അവൻ ഇങ്ങനെയാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ ഓഡിയോ റെക്കോർഡ് വരെ ഇവിടെ പോലീസുകാരുടെ കയ്യിലുണ്ട്. ആലുവ കേസിന് സമാനമായ വിധിയായിരുന്നു പ്രതീക്ഷിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. എന്നാൽ മറിച്ചാണ് സംഭവിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ ഹാജരാക്കിയ തെളിവുകളും സാക്ഷികളും അപര്യാപ്തമായതിനാൽ അർജുനെ വെറുതെ വിടുകയായിരുന്നു. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും പ്രതിക്ക് ശിക്ഷ ഉറപ്പുവരുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. വിധിയിൽ പ്രതിഷേധിച്ച് വണ്ടിപ്പെരിയാറിലും ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിലും പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് തോട്ടം തൊഴിലാളികൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പഴുതുകളടച്ച് അന്വേഷണം നടത്തി പ്രതിക്ക് അർഹമായ ശിക്ഷ ഉറപ്പുവരുത്തുന്നതുവരെ ജനകീയ പ്രതിഷേധങ്ങൾ നടത്താനാണ് നാട്ടുകാരുടെ തീരുമാനം.